പേരുപോലെ തന്നെ നമ്മുടെ ടൂഡർ ഡൈനാസ്റ്റി അഥവാ ടൂഡർ ഭരണത്തിലെ ഒരു രാജ്ഞിയായ എലിസബത്ത് അല്ലേ, ക്വീൻ എലിസബത്ത്. നമുക്കറിയാം ഈ എലിസബത്ത് രാജ്ഞിയുടെ ഭരണം എങ്ങനെയായിരുന്നു, ആ ഭരണത്തോടു കൂടി ലിറ്ററേച്ചറിന് വന്ന മാറ്റങ്ങൾ എന്ത്, ഇംഗ്ലണ്ടിന്റെ സൊസൈറ്റി എങ്ങനെയായിരുന്നു അഥവാ സോഷ്യൽ എക്കണോമിക് ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ആക്ച്വലി ലിറ്ററേച്ചർ എന്നുള്ള പുസ്തകത്തിൽ നമ്മുടെ മറ്റൊരു പേപ്പർ ഉണ്ടല്ലോ നമുക്ക്, ആ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ആ ഒരു ബുക്കിലെ കുറച്ച് യൂണിറ്റിൽ നമ്മൾ ഈ എലിസബത്തിന്റെ ഇറയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അത് കേട്ടവർക്ക് ഈ ഒരു ലെസൺ കുറച്ചുകൂടെ നിങ്ങൾക്ക് കുറെ കൂടി നന്നായി മനസ്സിലാവും. ഓക്കെ, റിലേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. സോ നമുക്ക് നേരെ തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. എലിസബത്തൻ ഏജ്. ഓക്കെ, ആദ്യം തന്നെ ക്വീൻ എലിസബത്ത് ആരാണ് എന്നാണ് നോക്കണം. ആദ്യം തന്നെ ക്വീൻ എലിസബത്ത് സെപ്റ്റംബർ 7-ന് 1533 വർഷത്ത് ജനിച്ച ഒരു രാജ്ഞിയാണ്. ആർക്കാണ് ജനിച്ചത്? അതായത് ഹെൻറി എട്ടാമന്റെയും അന്നെ ബോയിലിന്റെയും മകളായിട്ടാണ് ആര് ജനിച്ചത്? എലിസബത്ത് രാജ്ഞി ജനിച്ചത്. മനസ്സിലായല്ലോ. എലിസബത്ത് രാജ്ഞി ഒരു ടൂഡർ ക്വീൻ ആണ്. ഓക്കെ, ഈ ടൂഡർ ക്വീൻ എന്താണ് ഈ ടൂഡർ ഡൈനാസ്റ്റി എന്താന്നൊക്കെ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിന് മുന്നിലുള്ള കുറച്ച് ഈ ഒരു യൂണിറ്റിന് മുന്നിലുള്ള കുറച്ച് യൂണിറ്റില് ഞാൻ അതിനെ പറ്റി വിശദമായി പറഞ്ഞതാണ്. അതായത് ക്വീൻ മേരിയെ കുറിച്ചും അല്ലെ, ഹെൻറി ഏഴാമൻ ആരാണ്, ഹെൻറി എട്ടാമൻ ആരാണ്, റിച്ചാർഡ് ആറാമൻ ആരാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. സോ അങ്ങനെ ഫോളോ ചെയ്ത് വന്ന ടൂഡർ ഭരണകാലത്തിൽ ഏറ്റവും അവസാനത്തെ അഥവാ നമുക്ക് പഠിക്കാനുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അവസാനത്തെ ഒരു പ്രൊമിനന്റ് ആയ ഒരു രാജ്ഞി തന്നെയാണ് ആര്? എലിസബത്ത് രാജ്ഞി എന്ന് പറയുന്നത്. അതായത് ഹെൻറി എട്ടാമന്റെയും അന്നെ ബോളിന്റെയും മകളായിട്ടാണ് ആര് ജനിക്കുന്നത്? എലിസബത്ത് രാജ്ഞി ജനിക്കുന്നത്. ഓക്കെ, ആക്ച്വലി എലിസബത്തൻ ഇറ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ ലിറ്ററേച്ചറിലും അതേപോലെ തന്നെ സൊസൈറ്റിയിലും ഒരുപാട് മാറ്റങ്ങൾ, ഡ്രാസ്റ്റിക് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിച്ച ഒരു കാലഘട്ടമായിരുന്നു എന്ത്? എലിസബത്തൻ ഇറ. അതുകൊണ്ട് തന്നെ എലിസബത്തൻ ഏജിന് അഥവാ എലിസബത്തൻ പീരിയഡിന് ഇത് കൂടാതെ ഒരുപാട് പേരുണ്ട്. അതായത് നമുക്ക് നോക്കാം, ഷേക്സ്പിയറൻ ഏജ് എന്ന് നമ്മൾ എന്തിനെ വിശേഷിപ്പിക്കുന്നു? എലിസബത്തൻ ഏജിനെ വിശേഷിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഫസ്റ്റ് ഗ്രേറ്റ് ഏജ് ഓഫ് ഡ്രാമ എന്നും നമ്മൾ എലിസബത്തൻ ഏജിനെ വിളിക്കുന്നു. മാത്രമല്ല സെക്കൻഡ് ഗ്രേറ്റ് ഏജ് ഓഫ് പോയട്രി എന്നും നമ്മൾ എന്തിനെ വിളിക്കുന്നു? എലിസബത്തൻ ഏജിനെ. മാത്രമല്ല റിനൈസൻസ് പീരിയഡ് നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് അല്ലെ. റിനൈസൻസ് പീരിയഡ് നമ്മൾ 10ാം ക്ലാസ് മുതൽ കേൾക്കാൻ തുടങ്ങിയതാ ഈ റിനൈസൻസ് പീരിയഡ്. ഈ റിനൈസൻസ് പീരിയഡ് എന്ന് വിളിക്കുന്നതും എന്തിനെ തന്നെയാണ്? നമ്മുടെ എലിസബത്തൻ പീരിയഡ് അഥവാ എലിസബത്തൻ ഏജിനെ തന്നെയാണ് എന്ത് വിളിക്കുന്നത്? റിനൈസൻസ് പീരിയഡ് എന്നും വിളിക്കുന്നത്. ഓക്കെ, മാത്രമല്ല ഇതിനെല്ലാം ഉപരി ഗോൾഡൻ ഏജ് ഓഫ് ഇംഗ്ലണ്ട് അല്ലെ, ആ ഒരു പദവി കൂടി ഈ എലിസബത്തൻ ഏജിനുണ്ട്. ഓക്കെ, സോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും പദവികൾ ഈ എലിസബത്തൻ ഏജിൽ ഉണ്ടാവണമെങ്കിൽ എത്ര നല്ല ഭരണമായിരിക്കും ഈ എലിസബത്തൻ രാജ്ഞി കാഴ്ചവെച്ചിട്ടുണ്ടാവുക അല്ലെ. എന്തൊക്കെയാണ്? അതായത് സെക്കൻഡ് ഗ്രേറ്റ് ഏജ് ഓഫ് പോയട്രി, അതേപോലെ തന്നെ ദി ഫസ്റ്റ് ഗ്രേറ്റ് ഏജ് ഓഫ് ഡ്രാമ, അതേപോലെ തന്നെ റിനൈസൻസ് ഏജ്, അതേപോലെ തന്നെ ഷേക്സ്പിയറൻ ഏജ്, അതേപോലെ തന്നെ ദി ഗോൾഡൻ ഏജ് ഓഫ് ഇംഗ്ലണ്ട്. ഇത്തരത്തിൽ ഇത്രയും വിളിപ്പേരാണ് എന്തിനുള്ളത്? എലിസബത്തൻ ഏജിനുള്ളത്. ഓക്കെ, സോ അത്രയും നല്ല ഭരണം എലിസബത്ത് രാജ്ഞി കാഴ്ചവെച്ചിരുന്നു എന്നാണ് സത്യം. ഓക്കെ, ഇതേപോലെ നമുക്ക് എലിസബത്തൻ ഏജിന്റെ എലിസബത്തൻ ക്വീനിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. ഈ രാജ്ഞി എന്താണ്? ഒരു വിർജിൻ ക്വീൻ ആണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞതാണ്. ഒരു വിർജിൻ ക്വീൻ ആണ്. ഈ രാജ്ഞി ഒരു
ചെയ്തിരുന്നില്ല, കൂട്ടാക്കിയിരുന്നില്ല. മാത്രമല്ല ഈ രാജ്ഞി ഒരുപാട് യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബാറ്റിൽസ് ഒക്കെ വളരെ നല്ല രീതിക്ക് തന്നെ കൈകാര്യം ചെയ്ത് ബോൾഡ് ആയിട്ട് തന്നെ തന്റെ ഭരണം നടത്തിക്കൊണ്ടുപോയ അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു രാജ്ഞി തന്നെയാണ് ആര്? എലിസബത്ത് രാജ്ഞി. ഇംഗ്ലണ്ട് കണ്ടതിൽ വെച്ച് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് നല്ല രീതിക്കുള്ള മാറ്റങ്ങളും എല്ലാം തന്നെ വന്നത് എലിസബത്ത് രാജ്ഞിയുടെ ഭരണത്തിലൂടെയാണ്. ഓക്കെ, സോ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം എലിസബത്തൻ സൊസൈറ്റി എങ്ങനെയാണ്. ഓക്കെ, നമ്മൾ ഓരോ സൊസൈറ്റികളെ കുറിച്ച് പഠിച്ചു അല്ലേ? അതായത് ഇത്ര ക്ലാസ്സുകൾ ഉണ്ട്, ഇന്ന ക്ലാസ്സിൽ ഇന്ന ആൾക്കാരൊക്കെയാണൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് എലിസബത്തൻ സൊസൈറ്റിയില് എലിസബത്തൻ സൊസൈറ്റി എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നത്തെ കാലത്ത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് നോക്കാം നോബിലിറ്റി. ഓക്കെ, നോബിൾ മാൻ അഥവാ നൊബിലിറ്റി. ഇവരാണ് ഈ ഒരു ലാഡറിൽ, അതായത് ഈ ഒരു സൊസൈറ്റിയിൽ, എലിസബത്തൻ സൊസൈറ്റിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ ആരാണ്? നൊബിലിറ്റി ആണ്. ഓക്കെ, ഈ നൊബിലിറ്റി അതായത് ഇവർക്ക് എന്താണ്? ഇവര് ലാൻഡ് ഓണേഴ്സ് ആണ്. ഒരുപാട് ഭൂമി സ്വന്തമായിട്ടുള്ള ആൾക്കാരാണ് ആര്? ഈ നൊബിലിറ്റി. മാത്രമല്ല they were well educated. മനസ്സിലായല്ലോ, ഇവര് വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നോബിലിറ്റിയിൽ തന്നെ രണ്ട് തരത്തിലാണ് ആൾക്കാരെ തരംതിരിച്ചിരിക്കുന്നത്. അതായത് നൊബിലിറ്റി തന്നെ രണ്ട് ആൾക്കാരാണ്. അതായത് വേറെ ഒന്നുമല്ല, അതായത് പഴയ ഫാമിലീസ്, ഓൾഡ് ഫാമിലീസ് കത്തോലിക്കും അതേപോലെ തന്നെ ന്യൂ ഫാമിലീസ് പ്രൊട്ടസ്റ്റന്റുമാണ്. മനസ്സിലായത്? അതായത് ഇവരെല്ലാവരും തന്നെ എന്തൊക്കെയാണ്? ലാൻഡ് ഹോൾഡേഴ്സ് ആണ്, എല്ലാം തന്നെയാണ്. പക്ഷെ ഇവർ രണ്ടുപേരും, അതായത് ഈ നൊബിലിറ്റിയിൽ തന്നെ രണ്ട് കൂട്ടരായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് പഴയ ഫാമിലി കത്തോലിക്സും, അതായത് കാത്തലിക്സും, അതേപോലെ തന്നെ പുതിയ ഫാമിലി ആരാണ്? പ്രൊട്ടസ്റ്റന്റ്സുമാണ്. ഓക്കെ, സോ ഇത്തരത്തിൽ ഇവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് ഒരു നൊബിലിറ്റിയെ നമ്മൾ അഥവാ ഒരു നോബിൾ മാനെ നമ്മൾ തിരിച്ചറിയുക? അതായത് വേറെ ഒരു വഴിയുമില്ല, ജനനത്തിലൂടെ മാത്രമേ സാധിക്കൂ. ഓക്കെ, ബൈ ബർത്ത്. ഓക്കെ, ബൈ ബർത്തിലൂടെ നോബിൾ ഫാമിലിയിലെ മെമ്പേഴ്സിനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതായത് ഒരു നോബിൾ ഫാമിലിയിലെ മെമ്പർ പ്രസവിക്കുന്നു, ആ കുഞ്ഞ് പിന്നീട് എന്താവും? നൊബിലിറ്റിയാണ്, നോബിൾ മാനാണ്. ഓക്കെ, നോബിൾ ഫാമിലിയിലുള്ള ആളാണ്. അത്തരത്തിൽ ബൈ ബർത്തിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ അഥവാ തരംതിരിക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അതായത് എലിസബത്ത് ക്വീനിന്റെ കൊട്ടാരത്തിലുള്ള ഒരുപാട് ഓഫീസേഴ്സും അതേപോലെ ഓഫീസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടും മോസ്റ്റ് ആരായിരുന്നു? ഈ നോബിൾ ഫാമിലിത്തെ ആൾക്കാർ തന്നെയായിരുന്നു എന്ത് ചെയ്ത് കൊണ്ടുവന്നത്? ഓഫീസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു. മനസ്സിലായല്ലോ. ഇനി രണ്ടാമതായി വരുന്ന ക്ലാസ് ആണ് ജെൻട്രി ക്ലാസ്. എന്താണ് ജെൻട്രി ക്ലാസ്? ഈ ജെൻട്രി ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് നൈറ്റ്സ്, അതുപോലെ തന്നെ ജെന്റിൽമാൻ ആൻഡ് ജെന്റിൽ വുമൻ, അതുപോലെ തന്നെ സ്ക്വയേഴ്സ്. ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെയാണ് രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇവരും എന്ത് തന്നെയാണ്? ഈ നൊബിലിറ്റീനെ പോലെ, അതായത് നോബിൾ ഫാമിലിനെ പോലെ അത്രയ്ക്കൊന്നും അങ്ങോട്ടില്ലെങ്കിലും അത്യാവശ്യം ലാൻഡ് ഒക്കെ സ്വന്തമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ആര്? ഈ ജെൻട്രി ക്ലാസ് എന്ന് പറയുന്നത്. ഇവരും അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് തന്നെ ആയിരുന്നു. മനസ്സിലായല്ലോ. അതായത് ഇവർക്ക് ഒരുപാട് വെൽത്ത് ഉണ്ട്, ഇവർക്ക് ഒരുപാട് സമ്പത്തുണ്ട്. ഓക്കെ, ആക്ച്വലി എലിസബത്തൻ സൊസൈറ്റിന്റെ നട്ടല് അഥവാ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്നത് ആരിനെ തന്നെയാണ്? ഈ ജെൻട്രി ക്ലാസ്സിനെ തന്നെയാണ് കേട്ടോ. അതായത് ഭൂരിഭാഗം പേരും അതാണ് എന്നാവും ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം അടുത്തത്. ഓക്കെ, മറ്റൊരു ക്ലാസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരാണ് യോമെൻസ്. മനസ്സിലായല്ലോ. ഈ യോമെൻസ് എന്ന് പറഞ്ഞ ഈ ക്ലാസ്സിന് എന്തുണ്ട്? സ്വന്തമായിട്ട് കുറച്ച് ലാൻഡ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിലങ്ങോട്ട് ഇറങ്ങി പണിയെടുക്കത്തൊന്നുമില്ല. പകരം എന്ത് ചെയ്യും? ലേബേഴ്സിനെ വിളിച്ചിട്ട് അവര് പണിയെടുത്ത് അവരുടെ ലാൻഡിനെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് അത്തരത്തിൽ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് മൂന്നാമതായി കാണാൻ സാധിക്കുന്ന യോമെൻസ്. മനസ്സിലായില്ലേ? ഇവരാണ് എലിസബത്തൻ സൊസൈറ്റിയിൽ മൂന്നാമതായി നിൽക്കുന്ന ആൾ. ഇനി നാലാമതായി നിൽക്കുന്ന ക്ലാസ് ഏതാണ്? ഓഫ്കോഴ്സ് എന്താണ്? ലേബേഴ്സ് തന്നെയാണ് അല്ലെ. ലേബേഴ്സ്, അതുപോലെ തന്നെ പുവർ ഫാമേഴ്സ്, ഇവരൊക്കെ ഈ കൂലിക്ക് പണിക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് അവസാനത്തെ ക്ലാസ്സിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആരൊക്കെയാണ് വരുന്നത്? അതായത് ആക്ച്വലി സ്വന്തമായി ഭൂമി ഇല്ലാത്ത ആൾക്കാരാണ് ഇവിടെ ആക്ച്വലി ലേബേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ വരുന്നത് ആർട്ടീഷ്യൻസ്, അതുപോലെ തന്നെ ഷൂ മേക്കേഴ്സ്, അതേപോലെ തന്നെ കാർപ്പന്റേഴ്സ്, ബ്രിക്ക് മേക്കേഴ്സ്, ഇത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരാണ് അവസാനത്തെ ക്ലാസ് ആയിട്ട് നമ്മൾ കണക്കൂട്ടുന്നത്. മനസ്സിലായല്ലോ. സോ ഇങ്ങനെയാണ് ആക്ച്വലി എലിസബത്തൻ സൊസൈറ്റി നമുക്ക് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, എലിസബത്ത് രാജ്ഞിക്ക് തന്റെ ഇംഗ്ലണ്ട് ഒരുപാട്
എലിസബത്ത് രാജ്ഞി പണിതിട്ടുണ്ടായിരുന്നു. കാണുന്ന ആൾക്കാരുടെ കണ്ണ് അങ്ങോട്ട് തള്ളി പോകുന്ന രീതിക്ക് അത്രയും ഭംഗിയിലായിരുന്നു ഇവിടെ എലിസബത്ത് രാജ്ഞി എന്ത് ചെയ്തത്? തന്റെ കൊട്ടാരം പണിതത്. മനസ്സിലായല്ലോ? സോ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ആണ് എലിസബത്തൻ സൊസൈറ്റിയിൽ ഉണ്ടായി വന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം എലിസബത്തൻ ലിറ്ററേച്ചർ. ഓക്കെ, എലിസബത്തിന്റെ കാലഘട്ടത്തിൽ വന്ന ലിറ്ററേച്ചറിലെ മാറ്റങ്ങൾ അഥവാ ന്യൂ ഡിസ്കവറീസ്, ഇതൊക്കെയാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ തന്നെ ബോഡി എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ എലിസബത്തൻ പീരിയഡ് അഥവാ എലിസബത്തൻ ഇറ എന്ന് പറയുന്നത്. അതായത് അത്രയും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അത്രയും അങ്ങോട്ട് തിളങ്ങി നിന്ന, എല്ലാ രീതിക്കും തിളങ്ങി നിന്ന ഒരു കാലഘട്ടമായിരുന്നു എലിസബത്തൻ ഇറ എന്നാണ് പറയപ്പെടുന്നത്. അതായത് എലിസബത്തൻ ഇറയിൽ ഏറ്റവും കൂടുതൽ അന്നത്തെ ജനങ്ങൾ എൻജോയ് ചെയ്തത് ഡ്രാമാസും അതേപോലെ തന്നെ പോയട്രിയും എലിസബത്തൻ പീരീഡിൽ ഒരുപാട് അങ്ങോട്ട് വളർന്ന് അതിന്റെ പീക്കിലോട്ട് എത്തിയ കാലഘട്ടമായിരുന്നു എലിസബത്തൻ ഇറ എന്ന് പറയുന്നത്. മാത്രമല്ല ഒരുപാട് സോണറ്റുകളും അതേപോലെ തന്നെ ലിറിക്കുകളും ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് വന്നു? ഉത്ഭവിച്ചു വന്നിരുന്നു. മനസ്സിലായല്ലോ? മാത്രമല്ല സോണറ്റുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള സോണറ്റുകളും എലിസബത്തൻ പീരീഡിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഓക്കെ, അതായത് ഡ്രാമാസും പോയട്രിയും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, വിശേഷണം ഉണ്ടല്ലോ അല്ലെ. അതായത് എലിസബത്തൻ പീരീഡിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ഗോൾഡൻ ഏജ് ഓഫ് ലിറ്ററേച്ചർ അഥവാ പോയട്രി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇതേപോലെ ലിറിക്കും സോണറ്റുകളും എല്ലാം ഡ്രാമാസും അതേപോലെ തന്നെ പോയട്രി ഒക്കെ അതിന്റെ പീക്കിൽ ജനങ്ങൾ അത്രയും എൻജോയ് ചെയ്ത് അത്രയും ലിറ്ററേച്ചറിനെ ആസ്വദിച്ചു കൊണ്ടിരുന്ന സമയമായിരുന്നു ഇംഗ്ലീഷ് നാട്ടിലെ എലിസബത്തൻ ഇറ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പോയറ്റ്സ് അഥവാ വർക്കേഴ്സ് ആരാണ്? സർ ഫിലിപ്പ് സിഡ്നി, അതുപോലെ തന്നെ എഡ്മണ്ട് സ്പെൻസർ, അതേപോലെ തന്നെ വില്യം ഷേക്സ്പിയർ. ഇത്തരത്തിലുള്ള കുറച്ച് പോയറ്റ്സുകളെയാണ് നമുക്ക് അന്നത്തെ കാലത്ത് കാണാൻ സാധിച്ചത് അല്ലെ. അത്രയും അടിപൊളിയായിട്ട് അല്ലെ, അതായത് ഇവരുടെ വർക്ക്സ് ഒക്കെ ഒരുപാട് പ്രൊമിനന്റ് ആണ്, ഒരുപാട് ഫേമസ് ആണ്. അത്രയും നല്ല രീതിക്കുള്ള അത്രയും നല്ല വർക്ക്സുകൾ നമുക്ക് സംഭാവന ചെയ്ത ഇത്തരത്തിലുള്ള കുറച്ച് പോയറ്റ്സ് ഈ ഒരു കാലഘട്ടത്തായിരുന്നു ജീവിച്ചു വന്നത്. മനസ്സിലായല്ലോ? പിന്നെ നോക്കാം ഷേക്സ്പിയർ എന്നീ കാലഘട്ടത്താണ് ഷേക്സ്പിയർ ഇറ്റാലിയൻ മോഡൽ എഴുതി തിരുത്തി തന്റെ സ്വന്തമായ ഒരു മോഡൽ ഉണ്ടാക്കി. ആ മോഡൽ ഓഫ് സോണറ്റ്, ആ ഒരു രൂപത്തിലുള്ള സോണറ്റിനെയാണ് നമ്മൾ ഇന്ന് എന്ത് വിളിക്കുന്നത്? ഇംഗ്ലീഷ് സോണറ്റ് അഥവാ ഷേക്സ്പിയറൻ സോണറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഇറ്റാലിയൻ സോണറ്റിന്റെ ഒരുപാട് തിരുത്തലുകളൊക്കെ മാറ്റി തന്റേതായ സ്വന്തം രീതിക്കുള്ള ഒരു സ്റ്റൈലിലേക്ക് ഷേക്സ്പിയർ കൊണ്ടുവരികയാണ്. അതിനെയാണ് ഇന്ന് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒന്നുകൂടി പറഞ്ഞേ. അതായത് ഇംഗ്ലീഷ് സോണറ്റ് അഥവാ ഷേക്സ്പിയറൻ സോണറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇനി പ്രോസിന്റെ കാര്യം നോക്കാം. നമ്മളിപ്പോ പോയട്രിന്റെ കാര്യം പറഞ്ഞല്ലോ, സോണറ്റുകളുടെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് പ്രോസ് നോക്കാം. ആക്ച്വലി പ്രോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് മുതൽ, അതായത് ആംഗ്ലോ സാക്സൺ പീരീഡ് മുതലേ പ്രോസ് എന്ത് തന്നെയാണ്? വെട്ടിത്തിളങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതേ സംഗതി തന്നെയാണ് ഇവിടെ എലിസബത്തൻ ഇറയിലും എന്ത് ചെയ്തത്? റിപ്പീറ്റ് ചെയ്തത്, ആവർത്തിച്ചത്. പ്രോസിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പക്ഷെ എന്താണ്? ആംഗ്ലോ സാക്സൺ പീരീഡ് മുതലേ ഇങ്ങനെ തിളങ്ങി ആൾക്കാർ സ്വീകരിച്ചുകൊണ്ടിരുന്ന പ്രോസ് അതേപോലെ തന്നെ എലിസബത്തൻ ഇറയിലും എന്ത് ചെയ്തു? കണ്ടിന്യൂ ചെയ്തു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ? സോ ഇനി നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം അഥവാ എലിസബത്തൻ പീരീഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് എന്നൊക്കെ നമുക്ക് പറയാൻ. അതായത് റിനൈസൻസും റിഫോർമേഷനും രണ്ടും കൂടി ഒരുമിച്ച് വന്ന് ഒരു വല്ലാത്തൊരു പിടുത്തം പിടിച്ച ഒരു കാലഘട്ടമാണ് എന്ത്? എലിസബത്തൻ ഇറ എന്ന് പറയുന്നത്. റിനൈസൻസും അതേപോലെ തന്നെ റിഫോർമേഷനും രണ്ടും കൂടിച്ചേർന്ന ഒരു കാലഘട്ടമാണ് എന്ത്? എലിസബത്തൻ ഇറ. അതുകൊണ്ട് തന്നെ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുവരെയും ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ ഒരു കാലഘട്ടമാണ് എന്ത്? എലിസബത്തൻ ഇറ. മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം ഈ റിനൈസൻസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ശ്രദ്ധിക്കണം, വൺ വേർഡ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റിനൈസൻസ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന റീബോൺ അഥവാ റീബർത്ത് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് നോട്ട് ചെയ്ത് വെക്കുക, ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്രാമാസ്, എലിസബത്തൻ പീരിയഡിലെ ഡ്രാമാസ് ഒരുപാട് പോപ്പുലർ ആയിരുന്നു.
ഓക്കെ, അഥവാ ഈ ഡ്രാമാസ്, അതായത് വില്യം ഷേക്സ്പിയറിന്റെ ഒരുപാട് പ്ലേസ്, ഓക്കെ, ഒരുപാട് പ്ലേ റൈറ്റ്സ് ഒക്കെ ഒരുപാട് ഫേമസ് ആയത് ഈ എലിസബത്തൻ പീരീഡിന്റെ കാലഘട്ടത്താണ്. ഓക്കെ, അതായത് ഓഡിയൻസ്, കാണികൾ അഥവാ ജനങ്ങൾ, ജനങ്ങളൊക്കെ ഈ ഡ്രാമാനെ, അതായത് ഡ്രാമ എന്നുള്ള പുതിയൊരു കലാരൂപത്തിന് നെഞ്ഞോട് ഏറ്റുപിടിക്കുകയാണ് അന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങൾ ചെയ്തിരുന്നത്. മനസ്സിലായല്ലോ? സോ അതിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് തിയേറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുകയാണ്, ഈ എലിസബത്തൻ പീരീഡില് പണി കഴിപ്പിക്കുകയാണ്. അങ്ങനത്തെ ഒരു 2-3 തിയേറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്നാണ് ഗ്ലോബ് തിയേറ്റർ. 1599 പണി കഴിപ്പിച്ച ഗ്ലോബ് തിയേറ്റർ ഭയങ്കര ഫേമസ് ആയ ഒരു തിയേറ്റർ ആണ്. ഓക്കെ, അതായത് അവിടെ ഷേക്സ്പിയറിന്റെ ഒരുപാട് പ്ലേ റൈറ്റ്സുകളൊക്കെ, ഡ്രാമാസ് ഒക്കെ നമുക്ക് ആ കാലഘട്ടത്തിൽ കാണാമായിരുന്നു. അതേപോലെ തന്നെ ദി റെഡ് ലയൺ തിയേറ്റർ, അതായത് 1567 പണി കഴിപ്പിച്ച ദി റെഡ് ലയൺ തിയേറ്റർ. ഇത്തരത്തിലുള്ള ഒരുപാട് തിയേറ്ററുകൾ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അന്നത്തെ കാലത്ത് ഡ്രാമാസ് ഏറ്റവും കൂടുതൽ രചിക്കുന്ന കുറച്ച് പോയറ്റ്സിനെ നമുക്ക് നോക്കാം. അതിലാണ് ബെൻ ജോൺസൺ, അതേപോലെ തന്നെ ക്രിസ്റ്റഫർ മാർലോ, അതേപോലെ തന്നെ വില്യം ഷേക്സ്പിയർ. ഇങ്ങനെ ഈ മൂന്ന് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഡ്രാമാസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്ലേ റൈറ്റ്സ് എഴുതിക്കൊണ്ട് വന്ന ആൾക്കാർ. ആരൊക്കെയാണ്? ബെൻ ജോൺസൺ, വില്യം ഷേക്സ്പിയർ ആൻഡ് ക്രിസ്റ്റഫർ മാർലോ. മനസ്സിലായല്ലോ? സോ നമുക്കിന്ന് നോക്കാം. സ്പെൻസർ, എഡ്മണ്ട് സ്പെൻസർ അല്ലെ, ഇതേ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു കവിയാണ്. സോ എഡ്മണ്ട് സ്പെൻസർ എന്ത് ചെയ്തു? ആക്ച്വലി ഒരു പുതിയ ഫോം, അതായത് സ്പെൻസറിയൻ സ്റ്റാൻസ എന്ന് പറഞ്ഞ ഒരു പുതിയ ഫോം ഇവിടെ എന്ത് ചെയ്യുകയാണ്, അവിടെ രൂപപ്പെടുത്തുക ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. മനസ്സിലായല്ലോ? സോ ഇത്രയും വെറൈറ്റീസ് ഓഫ് ചേഞ്ചസ് ആണ് എലിസബത്തൻ ഇറക്കി ലിറ്ററേച്ചറിൽ വരുത്താൻ സാധിച്ചത്. മനസ്സിലായല്ലോ? സോ ഇതാണ് ഇവിടെ എലിസബത്തൻ ലിറ്ററേച്ചർ. ഇപ്പൊ നമ്മൾ നോക്കിയത് എലിസബത്തൻ സൊസൈറ്റി എങ്ങനെയാ നോക്കി, എലിസബത്തൻ ലിറ്ററേച്ചർ എങ്ങനെയാ നോക്കിയില്ലേ? എല്ലാതും നമ്മൾ പഠിച്ചതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ലിറ്ററേച്ചർ ബുക്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടവർക്ക് ഇതൊക്കെ നന്നായി പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ലെസൺ. ഭയങ്കര സിമ്പിൾ ആണ്, മനസ്സിലാക്കി വായിച്ചു പോയാൽ മതി. ഓക്കെ, സോ ഞാൻ എടുത്ത ക്ലാസ് നിങ്ങൾക്കൊക്കെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നന്നായി പഠിക്കുക. ഓക്കെ, സോ നമുക്കിനി അടുത്തൊരു യൂണിറ്റിൽ കാണാം. അതുവരെ ബൈ ആൻഡ് താങ്ക് യു.